റിയൽ ബോയ്സ്. ഹലോ, ഞാൻ പേര് സിക്സൻ. ഹലോ, ഞാൻ ക്യാമറ ഷാജു ചേട്ടൻ അടിപൊളി സൂപ്പർ. പിന്നെ ആക്ടേഴ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്ന, ഇവരൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങൾ വലുതാണ്. സൂപ്പറായിട്ട് ഇവരൊപ്പം സംസാരിക്കാനും ഇവരൊപ്പം കൂടാനും എല്ലാ കാര്യത്തിനും കൂടി ഞാൻ സിനിമയിൽ ഒരു ചെറിയ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഇത്, അടിപൊളി സൂപ്പർ. എന്നെ കൂട്ടുകാരെല്ലാം വിളിക്കുന്നത് കുട്ടെന്നാണ്. അപ്പൊ വീണ്ടും എല്ലാവരും കൂട്ടുകാർ മാത്രമല്ല പൊതുവെ എല്ലാവരും എന്നെ കുട്ടെന്നാ വിളിക്കാൻ തുടങ്ങിയത്. എന്റെ സിജുകൂടെ എന്നുള്ള പേര് ഇപ്പൊ എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണത്. അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെ കണ്ടത്. ആ ജീവിതം ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ഞങ്ങളുടെ ഡയറക്ടർ ചിതുവിന് ഒരുപാട് അഭിനന്ദനങ്ങൾ പറയാണ്ട്, അത് പറഞ്ഞാൽ തീരൂല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർ അജയറിന്. കാരണം ഞങ്ങളെ സെറ്റിൽ വിളിച്ചപ്പോഴും ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോഴും ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ചേരം അവിടെ ചെന്ന് നിന്നപോലെ ശരിക്കും മരവിച്ച് നിന്നുപോലെ ആയിപ്പോയി ഞങ്ങൾ അവിടെ. കാരണം ശരിക്കും ആ കൊടക്കനാൽ ഗുണാക്കേവില് എത്തിപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ ഈ പടം കണ്ടപ്പോഴും കരയുമെന്ന് വിചാരിച്ചിട്ടില്ലേ, കരഞ്ഞു പോയി അറിയാണ്ട് ചിന്തി സംഭവിച്ച കഥകൾ ഓർത്തപ്പോഴും ഒരുപാട് ട്രാജഡിയിലാണ് ഞങ്ങൾ അന്ന് കരയേറി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക്സ്. അടുത്ത സുഭാഷ് കറിയ. ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചിതു, ഗണപതി, ഷോൺ ബേബി, പിന്നെ റോണിഷ്. എല്ലാവരോടും പറയണ്ട, എല്ലാവരുടെയും പേര് എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, കാരണം പറയുന്നില്ല. ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവർ 4ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു മുമ്പ് ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത്, ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാശ് മുടക്കണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിനു മുന്നേ വന്ന ആൾക്കാരൊന്നും സിനിമയാക്കാതെ പോയത്. അപ്പോൾ ഇത് ഇവർ സബീക, ഷോൺ ബേബി ഇവരൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് ഇത് ചെയ്ത്, ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെയും സുഹൃത്തുക്കൾ എന്താണെന്ന് മനസ്സിലാവും. ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവർ ജീവനോടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നവും, കാരണം ഇത്ര ക്യാമറയൊക്കെ ഇരിക്കുന്നില്ല, ഞാനത് എല്ലാവർക്കും. വിഷ്ണുരാണ് ഈ ഫിലിമിൽ എൻ്റെ ഒരു റോൾ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ക്യാമറ എൻ്റെ നേരെ ഇങ്ങനെ നിരത്തി. എന്താണ് പറയുന്നതെന്ന് അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയ ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഏകദേശം ഒരു 18 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് അങ്ങനെ അന്തിച്ചൊരു സമയമുണ്ട്. അതായത് കുഴിയിൽ പോയപ്പോൾ യൂണിയനാണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല, ഒന്നുമില്ല. അതെ, എന്റെ ബാസിക്കിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ബാസിക്ക ഞാനായിട്ട് ജീവിച്ചെങ്ങനെ അഭിനയിച്ചില്ല. താങ്ക്സ് ടു ഫോർ ബാസിക്ക. അത് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു സന്തോഷം മനസ്സിൽ. സെയിം ഫീലിംഗാണ് ഇന്ന് തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ കിട്ടിയത്. താങ്ക്സ് ടു ഓൾ. വീണ്ടും രക്ഷപ്പെടുത്തി അത്ര ഹാപ്പിയായി. ജീവിതമാണ് ഞങ്ങൾക്ക് അന്ന് തിരിച്ചു കിട്ടിയത്. ഓക്കെ, ഡ്രൈവറാണ്, അവർ കഥാപാത്രമാണ് എൻ്റെ ഗാലിപരിമാൻ ചെയ്തേക്കുന്നത്. അത് ഞാൻ ചെയ്തേക്കുന്നത് ഇതിനകത്ത് എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഈ ചിദംബരത്തിനും നമ്മുടെ ഗണപതിനെയൊക്കെ ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചെന്നാണ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നമ്മുടെ ഗാലിപരിമാന്റെ കഷണ്ടിയൊക്കെ ഇത് കണക്കിലുണ്ട്. ഇന്ത്യയൊക്കെ അത് എങ്ങനെ കറക്റ്റ് ഈ 10-12 കഥാപാത്രത്തിന് എങ്ങനെ കറക്റ്റായിട്ട് ഒപ്പിച്ചെന്നുള്ളതാണ് സമ്മതിക്കേണ്ടത്. അതൊക്കെ വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാഭിലാഷമാണ്. ഞങ്ങളുടെ ഈ അനുഭവിച്ച് ഞങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചത്, അത്രയ്ക്ക് ബുദ്ധിമുട്ട് അവിടെ ആ കൊടൈക്കനാൽ അനുഭവിച്ചത്
എഴുതിയിരിക്കണ പോലീസുകാരൻ കണ്ട ഇത് യഥാർത്ഥ പോലീസുകാരനല്ലെങ്കിൽ പോലും. പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളവിടെ അതിനുവേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ അടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് സ്വാധീനിക്കാം സിനിമാസിക്ക് എല്ലാവർക്കും എനിക്ക് എല്ലാവരോടും സന്തോഷം. ഈ സിനിമയിൽ കഥാപാത്രം എല്ലാവരോടും സന്തോഷം. നന്ദിയുണ്ട് എല്ലാവരും. എൻ്റെ റോള് അത് ഞങ്ങളവിടെ ശരിക്കും അനുഭവിച്ചേക്കണ സംഭവങ്ങള് ഞങ്ങളവിടെ യഥാർത്ഥത്തിൽ അനുഭവിച്ചേക്കുന്ന സംഭവങ്ങള് അതിൽ കൂടുതൽ ഞങ്ങളിവിടെ കാണാൻ പറ്റി. മാക്സിമം ചിതു അതിനുവേണ്ടി എഫോർട്ട് എടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ഓഫ് യു എല്ലാവർക്കും